പഞ്ചാക്ഷരം എന്നത് ശിവന്റെ തന്നെ സ്വരൂപമാണ്. ഒരു കെട്ടിടത്തിന് അടിത്തറ എങ്ങനെയാണോ അതുപോലെയാണ് ഓം നമഃശിവായ എന്ന മൂലമന്ത്രം. രാധേ കൃഷ്ണ. ഓം നമഃശിവായ. യശോദാനന്ദൻ ഗോവിന്ദയിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണ കേൾക്കുന്നതാണ് ലൗകികപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് ഏറ്റവും ഉത്തമം പഞ്ചാക്ഷരി മന്ത്രജപമാണെന്ന്. നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും രോഗശാന്തിയും വേണമെന്നുണ്ടെങ്കിൽ അതിനായി വലിയ ക്ലേശങ്ങളൊന്നും വേണ്ട. ശുദ്ധമായ ഭക്തിയോടെ ദിവസവും കുറച്ച് സമയം ഓം നമഃശിവായ അല്ലെങ്കിൽ ഓ നമോ നാരായണായ ജപിച്ചാൽ മതി. ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ ഏത് പ്രത്യേക മന്ത്രത്തിൻ്റെ ഫലവും നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. മന്ത്രങ്ങൾ യന്ത്രങ്ങളല്ല, അവ നമ്മുടെ ഉള്ളിലെ ഭക്തിയെ ഉണർത്തുന്ന ശബ്ദങ്ങളാണ്. നോക്കൂ, മന്ത്രം ജപിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എണ്ണത്തിൽ, അതായത് കൗണ്ടിൽ മാത്രമാകരുത് ശ്രദ്ധ. നമ്മൾ ശ്രദ്ധയോടെ മനസ്സിരുത്തി ഭക്തിയോടെ വിശ്വാസത്തോടുകൂടി 11 തവണ ജപിക്കുന്നതും 108 അല്ലെങ്കിൽ 1008 ജപിക്കുന്നതിനേക്കാളും ഫലം ലഭിക്കുന്നതാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ സാധാരണ കാണുന്നതാണ് അംഗപഞ്ചാക്ഷരം അഥവാ ബീജ പഞ്ചാക്ഷരത്തിൻ്റെ ജപത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി. അതായത് പഞ്ചാക്ഷരത്തിൻ്റെ മുന്നിൽ ഓരോ ദേവതകളുടെ ബീജങ്ങൾ ചേർത്ത് ജപിക്കുന്ന രീതി. ഇത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ജപിക്കാൻ പാടുണ്ടോ? ചിലർ പറയാറുണ്ട്, ഞാൻ ആ മന്ത്രം ജപിച്ചതിന് ശേഷം എനിക്ക് ചില അസ്വസ്ഥതകൾ, മാനസിക സമ്മർദ്ദം, ആകെ ഒരു ചിന്താക്കുഴപ്പം, അങ്ങനെ എന്തൊക്കെയോ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ ശാസ്ത്രീയമായ വശത്തെക്കുറിച്ച് നമ്മൾ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ശരീരം ഊർജത്താൽ നിർമ്മിതമാണ്. ഓരോ മന്ത്രത്തിനും ഓരോ പ്രത്യേക ഫ്രീക്വൻസി ഉണ്ട്. ഒരു റേഡിയോയിൽ നമ്മൾ വ്യത്യസ്ത സ്റ്റേഷനുകൾ ട്യൂൺ ചെയ്തതുപോലെയാണ് ഈ മന്ത്രങ്ങൾ. നിങ്ങൾ നാരായണ എന്ന് ജപിക്കുമ്പോൾ നിങ്ങൾ ശാന്തത അല്ലെങ്കിൽ ഭക്തി എന്ന ഫ്രീക്വൻസിയിലേക്കാണ് നിങ്ങളുടെ മനസ്സിനെ ട്യൂൺ ചെയ്യുന്നത്. അവിടെ ഭൗതികമായ ആഗ്രഹങ്ങൾ കുറയുകയും ആത്മീയമായ ഉന്നതി ലഭിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നമഃശിവായ എന്ന് ജപിക്കുമ്പോൾ നിങ്ങൾ ശക്തി അല്ലെങ്കിൽ മാറ്റം എന്ന ഫ്രീക്വൻസിയിലേക്കാണ് ട്യൂൺ ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ പ്രവർത്തനശേഷിയെ കൂട്ടുന്നു, ലക്ഷ്യപ്രാപ്തിക്ക് വേഗത നൽകുന്നു. അതുകൊണ്ടാണ് ഇത് ലൗകികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് ഉത്തമമായിട്ട് കരുതപ്പെടുന്നത്. എന്ന് വെച്ച് ശിവനെ ആരാധിക്കുന്നവർക്ക് മോക്ഷം ലഭിക്കാറില്ല എന്നല്ല. അതുപോലെ വിഷ്ണുവിനെ ആരാധിക്കുന്നവർക്ക് ലൗകിക സുഖങ്ങൾ ലഭിക്കാറില്ല എന്നുമല്ല. ശിവനെ ആരാധിക്കുന്നവർക്ക് മോക്ഷവും ലഭിക്കാറുണ്ട്, വിഷ്ണുവിനെ ആരാധിക്കുന്നവർക്ക് ലൗകിക സുഖങ്ങളും ലഭിക്കാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശ്വാസമാണ്. നിങ്ങൾ ഏത് ചൈതന്യത്തെയാണോ ഉള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്, ആ ഭഗവാന്റെ നാമം ഏത് ആവശ്യത്തിനും ശുദ്ധമായ മനസ്സോടെ ജപിക്കുന്നത് ഫലം ലഭിക്കും. ചുരുക്കത്തിൽ മന്ത്രങ്ങൾ എന്നത് പുറത്തുനിന്ന് ആരെങ്കിലും നിങ്ങൾക്ക് സമ്മാനം നൽകുന്നതല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയെ, ആ ഒരു പൊട്ടൻഷ്യൽ ഉണർത്താനുള്ള കീയാണ്, താക്കോലാണ്. നിങ്ങൾ ഏത് താക്കോൽ ഉപയോഗിക്കുന്നു എന്നതിന് അനുസരിച്ച് ആ വാതിൽ തുറക്കപ്പെടും. നമ ശിവായ എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ ശിവനെ നമസ്കരിക്കുന്നു.
ആത്മീയമായി പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾക്കും അപ്പുറമുള്ള ആ പരമാത്മാവിലേക്ക് എൻ്റെ സർവ്വതിനെയും അർപ്പിക്കുന്നു എന്നാണ്. നോക്കൂ, ഓം നമഃശിവായ എന്നത് വെറുമൊരു വചനമല്ല, ഒരു നാമമല്ല. ഇതൊരു 5 അക്ഷര മന്ത്രമാണ്. ന മ ശി വ യ. ഇതിൽ ഓം എന്ന പ്രണവത്തെ കൂടി ചേർക്കുമ്പോൾ ഇത് ഷഡാക്ഷരി മന്ത്രമായി മാറുന്നു. നമഃശിവായ എന്ന മന്ത്രം കൊണ്ട് പഞ്ചഭൂതത്തെയാണ് കാണിക്കുന്നത്. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. അതിൽ ന ഭൂമി തത്വമാണ്. അത് ലൗകികമായിട്ടുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. മ ജലതത്വമാണ്. അത് നമ്മുടെ മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ശി അത് അഗ്നിതത്വമാണ്. നമ്മുടെ അറിവും പ്രകാശത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. വായു തത്വമാണ്. അത് ചലനത്തെയും പ്രാണശക്തിയെയും സൂചിപ്പിക്കുന്നു. യ ആകാശം. അത് ആത്മാവിനെയും പരബ്രഹ്മത്തെയുമാണ് സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ആത്മീയമായി പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾക്കും അപ്പുറമുള്ള ആ പരമാത്മാവിലേക്ക്, ശിവൻ എന്ന ആ ഒരു തത്വത്തിലേക്ക് നമ്മളെ അർപ്പിക്കുന്നു എന്നാണ് ഓം നമഃശിവായ എന്ന മന്ത്രം നമ്മൾ ഉച്ചരിക്കുന്നതിലൂടെ ചെയ്യുന്നത്. നോക്കൂ, നമ്മുടെ മനസ്സിനെ അസ്തമയ സൂര്യന്റെ പ്രഭയിൽ ശിവനിൽ ലയിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സമയമുണ്ട്, ത്രയോദശി സന്ധ്യ. ഓരോ മാസത്തിലെയും ശുക്ലപക്ഷത്തിലെയും കൃഷ്ണപക്ഷത്തിലെയും 13ാമത്തെ തിഥിയാണ് ത്രയോദശി. അതിനെ നമ്മൾ പ്രദോഷ സന്ധ്യ എന്നാണ് പറയുന്നത്. മഹാദേവന് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ് ഈ പ്രദോഷ ദിവസം. പ്രദോഷവ്രതത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയും എങ്ങനെയാണ് പ്രദോഷവ്രതം അനുഷ്ഠിക്കേണ്ടുന്നത്, ഇനി പ്രദോഷ സന്ധ്യയിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടുന്നത്, എന്തൊക്കെ വഴിപാടുകളാണ് ചെയ്യേണ്ടുന്നത്, ഇതിൻ്റെ ഐതിഹ്യം എന്താണ് എന്നതിനെ പറ്റിയൊക്കെ വിശദമായിട്ടൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തേക്കാം. ഞാൻ വീഡിയോയിൽ ആദ്യമേ സൂചിപ്പിച്ചു മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടുന്നത്. ഇതുകൂടാതെ അംഗപഞ്ചാക്ഷരം അഥവാ വിശേഷ പഞ്ചാക്ഷരങ്ങൾ സാധാരണക്കാർക്ക് ജപിക്കാൻ പാടുണ്ടോ, ഇതിനെ പറ്റിയൊക്കെ നമ്മൾക്കൊന്ന് മനസ്സിലാക്കാം. വളരെ ചുരുക്കി പറയാം. ആദ്യമേ മനസ്സിലാക്കേണ്ട കാര്യം, മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ഇത് ചൊല്ലിയാൽ ഉടനെ ഫലം കിട്ടുമോ എന്നതിനേക്കാൾ എൻ്റെ മനസ്സ് എത്രത്തോളം ശാന്തമായി എന്നതിലാണ് ശ്രദ്ധിക്കേണ്ടുന്നത്. അമിതമായ ആഗ്രഹത്തോടെ ഒരു മന്ത്രവും ജപിക്കാൻ പാടില്ല. അങ്ങനെ ജപിക്കുമ്പോഴാണ് മാനസിക പിരിമുറുക്കം ഒക്കെ നമ്മൾക്ക് അനുഭവപ്പെടുന്നത്. ഇത് പ്രത്യേകം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പലരും പറയുന്നത്, ഓരോ മന്ത്രവും ജപിക്കുമ്പോൾ ഗുരുമുഖത്ത് നിന്ന് തന്നെ നമ്മൾ മന്ത്രം മനസ്സിലാക്കണം. കാരണം മന്ത്രം ജപിക്കുമ്പോൾ അതിൻ്റെ ഉച്ചാരണത്തിന് വളരെ പ്രധാനമാണ്. ഉദാഹരണത്തിന് ഐം എന്നോ ശ്രീം എന്നോ പറയുമ്പോൾ അതിന് കൃത്യമായ ശബ്ദ തരംഗങ്ങളുണ്ട്. തെറ്റായ ഉച്ചാരണം മന്ത്രത്തിൻ്റെ ഫലത്തെ ബാധിച്ചേക്കാം. അതുകൊണ്ടാണ് ഗുരുമുഖത്ത് നിന്ന് അഭ്യസിക്കണമെന്ന് പറയുന്നത്. ആദ്യം നമുക്ക് മായാ പഞ്ചാക്ഷരം നോക്കാം. അതായത് ഓം ഹ്രീം നമഃശിവായ. സ്ത്രീകൾ പൊതുവെ മായാ പഞ്ചാക്ഷരം ചൊല്ലാറുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ മായാ പഞ്ചാക്ഷരം ശൈവ ആഗമങ്ങളിലും താന്ത്രിക ഗ്രന്ഥങ്ങളിലും പരാമർശിച്ചിട്ടുള്ള വളരെ ഗൂഢവും ശക്തവുമായിട്ടുള്ള മന്ത്രമാണ്. ഇത് പ്രപഞ്ചത്തിലെ മായയെ വശപ്പെടുത്താനും സിദ്ധികൾക്കും ഐശ്വര്യത്തിനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഗുരുമുഖത്ത് നിന്ന് ആ ഒരു ഗുരുവിൻ്റെ നിർദ്ദേശത്തോടു കൂടി മാത്രമേ മായാപഞ്ചാക്ഷരം ജപിക്കാൻ പാടുള്ളൂ. കൂടാതെ സാധാരണക്കാർ അമിതമായിട്ട് ഇത് ജപിക്കുന്നത് മാനസിക സമ്മർദ്ദത്തിന് കാരണമാകാറുണ്ട്.
അതായത് ഹ്രീം എന്ന ബീജാക്ഷരം പ്രപഞ്ചത്തിലെ ശക്തിയാണ്, അതായത് ശക്തി തത്വത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. മായയുടെ നിയന്ത്രണം, ലോകത്തെ ഭ്രമിപ്പിക്കുന്ന മായ, അതായത് ഇലൂഷൻ, അതിൻ്റെ നിയന്ത്രണത്തെയും ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ നീക്കി ലക്ഷ്യപ്രാപ്തിയിലേക്ക് നേടാനും ഈ മന്ത്രം സഹായിക്കുന്നു. ഇത് അതിൻ്റെ ചിട്ടയായി ജപിച്ചാൽ അതിൻ്റെ ഫലപ്രാപ്തി വളരെ വലുതാണ്. അതായത് ശിവശക്തി സങ്കല്പം. നമശിവായ എന്നത് ശിവന്റെ 5 ഭാവങ്ങളെ സൂചിപ്പിക്കുന്നുവെങ്കിൽ ഹ്രീം എന്നത് ശിവന്റെ ശക്തിയായ അമ്മ പാർവതിയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ശിവനും ശക്തിയും ചേർന്ന പൂർണ്ണമായ മന്ത്രമാണ്. അപ്പോൾ ഇത് യഥാവിധി മാത്രം ഉപയോഗിക്കുക. ഇനി ഞാൻ ആദ്യമേ പറഞ്ഞു അംഗപഞ്ചാക്ഷരം അഥവാ വിശേഷ പഞ്ചാക്ഷരങ്ങളൊക്കെ നമ്മൾ ജപിക്കാൻ പാടുണ്ടോ? അതായത് പഞ്ചാക്ഷര മന്ത്രത്തിന്റെ മുൻപിൽ ഓരോ ദേവതാ ബീജങ്ങൾ, അതായത് ശക്തി, ശ്രീ, ഐം തുടങ്ങിയവ ചേർത്ത് പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ജപിക്കുന്ന രീതി. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത്തരം മന്ത്രങ്ങൾ യഥാവിധി നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്, ജപിക്കാവുന്നതാണ്. പക്ഷേ ഇത് അനാവശ്യമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അപ്പം നമ്മൾക്ക് ആ മന്ത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അത് ജപിച്ചാൽ ഉണ്ടാകുന്ന ഫലത്തെക്കുറിച്ചും കൂടി മനസ്സിലാക്കാം. ശ്രീം. ശ്രീം എന്നത് ഐശ്വര്യത്തിനുള്ളതാണ്, ലക്ഷ്മി ഭാവമാണ്. അപ്പോൾ ശ്രീം നമശിവായ എന്നത് ലക്ഷ്മി ഭാവത്തെയാണ് കാണിക്കുന്നത്. അതിലൂടെ നമുക്ക് ഐശ്വര്യം, ധനം, സമ്പത്ത് ഒക്കെയാണ് ലഭിക്കുന്നത്. ഐം. ഐം എന്നത് വിദ്യയാണ്, വിദ്യ, സരസ്വതി ദേവിയെ. വിദ്യയ്ക്ക് വേണ്ടി ജപിക്കുന്ന പഞ്ചാക്ഷരിയാണ് ഐം നമശിവായ. ഇനി ഹ്രീം. ഹ്രീം എന്നത് ശക്തി. നേരത്തെ പറഞ്ഞു മായാ പഞ്ചാക്ഷരം ദുർഗാദേവിയും പാർവതി ദേവിയുമാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാർവതി ഭാവമാണ്. പിന്നീട് ക്ലീം നമശിവായ. ഇത് ആകർഷണത്തിനുള്ളതാണ്, കാമദേവനെ, കൃഷ്ണന്റെ ഭാവമാണ്. വശീകരണത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ക്ലീം നമശിവായ. അടുത്തത് രം. രം നമശിവായ എന്നത് അഗ്നിബീജമാണ്. ഇത് രോഗനാശത്തിന് ഉത്തമമായിട്ടുള്ളതാണ്. അടുത്തത് യും നമശിവായ. ഇത് ധന ആകർഷണത്തിനുള്ളതാണ്. ഇത് സാധാരണക്കാർ ചൊല്ലാൻ പാടുണ്ടോ? ഇതാണ് നമ്മുടെ ചോദ്യം. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇതിന് 2 വശങ്ങളുണ്ട്. അനുകൂലമായിട്ടുള്ള വശവും പ്രതികൂലമായിട്ടുള്ള വശവും. അനുകൂലമായ വശം എന്നാൽ നിങ്ങൾ ഭക്തിയോടുകൂടിയാണ് ജപിക്കുന്നതെങ്കിൽ അത് തീർച്ചയായും മനസ്സിന് ഉണർവ് നൽകും. ശിവഭക്തി വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുകയും ചെയ്യും. ശ്രദ്ധിക്കേണ്ട കാര്യം, മന്ത്രശാസ്ത്രത്തിൽ ഒരു ബീജാക്ഷരം ചേരുമ്പോൾ മന്ത്രത്തിന്റെ ഊർജം, അതായത് അതിൻ്റെ വൈബ്രേഷൻ മാറുകയാണ്, 10 മടങ്ങ് വർദ്ധിക്കുകയാണ്. അപ്പൊ ഗുരുവിന്റെ നിർദ്ദേശമില്ലാതെ ഇത്തരത്തിൽ വ്യത്യസ്തമായ മന്ത്രങ്ങൾ മാറ്റി മാറ്റി ജപിക്കുന്നത് ചിലരിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കും. ഇതാണ് പ്രശ്നം. ഇവരിൽ അസ്വസ്ഥത, സമ്മർദ്ദം, മാനസിക സമ്മർദ്ദം, ചിന്താകുഴപ്പം ഇതൊക്കെ ഉണ്ടാക്കും. ചിലരിങ്ങനെ കേൾക്കുമ്പോൾ ധനവർദ്ധനവിന്, അതല്ലെങ്കിൽ വിദ്യയ്ക്ക്, അതല്ലെങ്കിൽ ശക്തിക്ക്, ആകർഷണത്തിന്, ധനത്തിനൊക്കെ എന്ന് പറയുമ്പോൾ ഈ മന്ത്രങ്ങളെല്ലാം എടുത്തിട്ടങ്ങ് ഉപയോഗിക്കും. അങ്ങനെ പാടില്ല. ഒരു പ്രത്യേകമായിട്ടുള്ള ആവശ്യത്തിന്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു രോഗം വന്നു വളരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എങ്കിൽ ഭക്തിയോടുകൂടി നമ്മൾക്ക് ആ സമയത്ത് നിഷ്ഠയോടുകൂടി ചൊല്ലാവുന്നതാണ്. പക്ഷേ അത് നമ്മൾ സ്ഥിരമാക്കാൻ പാടില്ല. ഇത് അനാവശ്യമായിട്ട് നമ്മൾ ഈ മന്ത്രം ഉപയോഗിച്ചാൽ ഗുണത്തെക്കാളേറെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ദോഷം ചെയ്യും. എൻ്റെ അഭിപ്രായത്തിൽ ഇനി നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ട്, ഇനി മറ്റൊരു മാർഗമില്ല എന്നൊരവസ്ഥയിലാണെങ്കിൽ, നിങ്ങൾ രോഗങ്ങൾ കൊണ്ട് ദുരിതപ്പെടുന്നു, അതല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അത്രയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന മന്ത്രം ഭഗവാനോട്
പറഞ്ഞ് ആ ഭഗവാന്റെ അപേക്ഷിച്ച് ആ ഭഗവാന്റെ അനുവാദത്തോടു കൂടി ഭഗവാനെ ഗുരുവായിട്ട് സങ്കല്പിച്ച് നമ്മൾ ആ ഒരു ആവശ്യത്തിന്, ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രം ആ മന്ത്രം ചൊല്ലുക. അതിൻ്റെ ഉപയോഗം കഴിഞ്ഞാൽ, അതിൻ്റെ ഫലം കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും സ്ഥിരമായിട്ട് ആ മന്ത്രം ചൊല്ലാൻ ശ്രമിക്കരുത്. കാരണം പ്രത്യേക ബീജാക്ഷരങ്ങൾ ചേർന്ന മന്ത്രങ്ങൾ മന്ത്രശാസ്ത്രത്തിലുള്ളതാണ്. അവ ഓരോന്നിനും ഓരോ ഫലവും അതിന് ഓരോ ചിട്ടയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഗുരുമുഖത്ത് നിന്ന് അഭ്യസിച്ചതിനും ശേഷം മാത്രം ഉപയോഗിക്കുക. അതല്ലെങ്കിൽ മഹാദേവനെ ഗുരുവായി കണ്ട് നമ്മൾക്ക് ചൊല്ലാവുന്നതാണ്. ഞാൻ എപ്പോഴും പറയും, ഒറ്റ മന്ത്രത്തിൽ ഊന്നൽ നൽകുന്നതാണ് ഏറ്റവും ഉത്തമം. നിങ്ങൾക്ക് ആത്മീയമായ സമാധാനവും ശിവഭഗവാന്റെ അനുഗ്രഹം മാത്രം മതിയെങ്കിൽ ഓം നമ ശിവായ എന്ന മൂലമന്ത്രമാണ് ഏറ്റവും ഉത്തമം. നമ്മൾ സാധാരണ സോഷ്യൽ മീഡിയയിൽ പലതരം മന്ത്രങ്ങളും അവയുടെ ഫലത്തെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. ഇവയെല്ലാം ഭാരതീയ മന്ത്രശാസ്ത്രത്തിലെ സത്യങ്ങളാണ്. എന്നാൽ അവ ഒരു മരുന്ന് കഴിക്കുന്നത് പോലെയാണ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഫലം ലഭിക്കുക. അതിനാൽ ഒരു ഗുരുവിൻ്റെ നിർദ്ദേശം എപ്പോഴും നല്ലതാണ്, ഞാൻ വീണ്ടും പറയുന്നു. എന്നാൽ പ്രപഞ്ചത്തിൻ്റെ ആകെ അറിവായ ഓം നമശിവായ ആർക്കും എപ്പോൾ വേണമെങ്കിലും നിർഭയം ജീവിക്കാവുന്നതാണ്. സകല ഐശ്വര്യവും നൽകുന്നതാണ്. നമ്മൾക്ക് നിർഭയം എല്ലാ നാമങ്ങളും സ്തോത്രങ്ങളും ജീവിക്കാം. അതുപോലെ നമ്മളിപ്പോൾ മന്ത്രത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇതില്ലാതെ നാമജപം അത് നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും ജപിക്കാവുന്നതാണ്. അതായത് ഓം എന്നോ അല്ലെങ്കിൽ മറ്റു ബീജാക്ഷരങ്ങളോ ഒക്കെ ചേരുമ്പോഴാണ് അത് മന്ത്രമാകുന്നത്. മന്ത്രമല്ലാതെ നാമജപം എപ്പോഴും ആകാം. സ്തോത്രങ്ങളും എപ്പോഴും ജപിക്കാവുന്നതാണ്. ഇതിലൊന്നും യാതൊരു ചിട്ടകളുമില്ല. നമ്മൾക്ക് നിർഭയം ജപിക്കാവുന്നതാണ് നാമങ്ങളും സ്തോത്രങ്ങളും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മന്ത്രങ്ങൾ യന്ത്രങ്ങളല്ല, അവ നമ്മുടെ ഉള്ളിലെ ഭക്തിയെ ഉണർത്തുന്ന ശബ്ദങ്ങളാണ്. രാധേ കൃഷ്ണ. ഓം നമ ശിവായ.